Hello my dear student, welcome back to my channel. Today we are going to discuss 5th standard science chapter 4, seed of life. Seeds of life. Okay. അപ്പോൾ 5th സ്റ്റാൻഡേർഡിലെ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായ സീഡ്സ് ഓഫ് ലൈഫിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് സീഡ്സ് ഓഫ് ലൈഫ്? ജീവനുള്ള വിത്തുകൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ജീവനുള്ള വിത്തുകൾ അല്ലേ? അപ്പോൾ ഒരു വിത്ത് മുളച്ച് ഒരു ചെടിയായിട്ട് മരമായിട്ട് മാറും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ വിത്ത് മുളക്കുന്നത്? ഈ വിത്ത് മുളയ്ക്കാനായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിനാവശ്യമുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ടേംസ് ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോറി ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഒരു നാട്ടിൽ ഒരു രാജാവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ രാജാവിന് അവിടുത്തെ കുട്ടികളുടെ സത്യസന്ധത പരിശോധിക്കണമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജാവ് എന്ത് ചെയ്തു? ആ നാട്ടിലെ കുട്ടികളെയെല്ലാം തൻ്റെ കൊട്ടാരത്തിൽ വിളിച്ചുകൂട്ടി. എന്നിട്ട് എല്ലാവർക്കും ആവശ്യമായ വിത്തു നൽകി. ഓക്കെ, എന്നിട്ട് എന്താണ് പറഞ്ഞത്? 3 മാസം കൊണ്ട് ഈ വിത്ത് മുളപ്പിച്ച് ഒരു ചെടിയാക്കി കൊണ്ടുവരുന്നവർക്ക് വിലയേറിയ സമ്മാനങ്ങൾ നൽകാമെന്ന് രാജാവ് പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പോൾ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ കർഷകനായിട്ടുള്ള ഒരു കുട്ടിയായ പിങ്ങും ഉണ്ടായിരുന്നു. പിങ് എന്നാണ് അവൻ്റെ പേര്. ഓക്കെ, അങ്ങനെ ഈ കുട്ടികളെല്ലാം എന്ത് ചെയ്തു? അവരുടെ വീട്ടിൽ പോയി ഒരു ചെടിച്ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ചിട്ട് ഈ വിത്ത് പാകി. ഓക്കെ, പക്ഷേ കുറേ നാൾ വെള്ളം ഒഴിച്ചിട്ട് പരിപാലിച്ചിട്ടും ഈ വിത്ത് മുളച്ചില്ല. അങ്ങനെ 3 മാസം കഴിഞ്ഞ് കുട്ടികളെല്ലാം പൂത്ത ചെടികളുമായി കൊട്ടാരത്തിലെത്തി. കാലിച്ചട്ടിയുമായി കൊട്ടാരത്തിലെത്തിയ പിങ്ങിനെ അവരെല്ലാം കളിയാക്കി. അപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ ബാക്കി കുട്ടികളൊക്കെ എന്താണ്, നല്ല പൂത്ത ചെടികളുമായി അല്ലേ, അവരുടെ ചെടികളൊക്കെ പുഷ്പിച്ചു അല്ലേ? പക്ഷേ ഈ പിങ്ങിൻ്റെ കാലിച്ചട്ടിയുമായിട്ടാണ് പിങ്ങ് കൊട്ടാരത്തിലെത്തിയത്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളെല്ലാം പിങ്ങിനെ കളിയാക്കി. അങ്ങനെ രാജാവ് ഓരോരുത്തരുടെയും ചെടികൾ പരിശോധിക്കാൻ തുടങ്ങി കേട്ടോ. രാജാവ് വന്നു, എല്ലാവരും ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിങ്ങിൻ്റെ അടുത്തെത്തിയപ്പോൾ രാജാവിന് സന്തോഷമായി. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇവനാണ് വിജയി, ജീവനുള്ള വിത്തുകളെ മുളയ്ക്കുകയുള്ളൂ. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇവനാണ് വിജയി, എന്താണ്? ജീവനുള്ള വിത്തുകളെ മുളയ്ക്കുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് തന്നത് ജീവനില്ലാത്ത വിത്തുകളായിരുന്നു. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് പിങ് വിജയിയായത്? ഞാൻ രാജാവിற்கு കൊടുത്തത് ജീവനില്ലാത്ത വിത്തുകളായിരുന്നു. അപ്പോൾ അത് മുളക്കത്തില്ല അല്ലേ? അപ്പോൾ ബാക്കിയൊക്കെ എന്താണ്, ബാക്കിയുള്ള കുട്ടികളൊക്കെ എന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവും അല്ലേ? മേ ബി അവർ വേറെ വിത്ത് നട്ടിട്ട് ചെടിയാക്കി കൊണ്ടുവന്നതായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പിങ് വിജയിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറി. അപ്പോൾ ഇവിടെ രാജാവ് അവസാനമായിട്ട് പറയുന്ന കാര്യം എന്താണ്? ജീവനുള്ള വിത്തുകളെ മുളയ്ക്കത്തുള്ളൂ അല്ലേ? ജീവനില്ലാത്ത വിത്തുകളാണ് കൊടുത്തത് അല്ലേ? അപ്പോൾ എന്താണ് ഈ പിങ്ങിൻ്റെ കഥ നമ്മൾ വായിച്ചല്ലോ അല്ലേ? ഹാവ് യു റീഡ് ദ സ്റ്റോറി ഓഫ് പിങ്? ഓൺലി ലിവിങ് സീഡ് ജെർമിനേറ്റ്, റൈറ്റ്? അപ്പോൾ ഈ പിങ്ങിൻ്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലായി അല്ലേ, ജീവനുള്ള വിത്തുകളെ മുളയ്ക്കുള്ളൂ അല്ലേ? ഇസ്ന്റ് ഇറ്റ് ദ ലൈഫ് വിത്തിൻ ടൈനി സീഡ്സ് ദാറ്റ് ഗ്രോ ഇൻ ടു ഈവൻ ഹ്യൂജ് ട്രീ? അപ്പം ചെറിയ വിത്തിനുള്ളിൽ ആ ജീവൻ വളർന്നല്ലേ വലിയ മരങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? Collect a variety of seed, display the seeds in your class and write about their characteristic. അപ്പോൾ നമ്മുടെ നാട്ടിൽ ലഭ്യമായ വിത്തുകളൊക്കെ ശേഖരിച്ചിട്ട് അത് കളക്ട് ചെയ്യാനാണ്, ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ്. എന്നിട്ട് അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സൊക്കെ പറയാനാണ്. എന്താണ്? നെയിം ഓഫ് ദ പ്ലാൻ, അതിൻ്റെ കളർ, സൈസ്, ഷേപ്പ്, അതർ ഫീച്ചേഴ്സ്. Even though the seeds have life, with all the seeds buried in the soil germinate, why don't all the seeds germinate? ഓക്കെ, അപ്പോൾ ചോദിക്കുകയാണ്, ജീവനുള്ളവ ആണെങ്കിൽ പോലും നമ്മൾ മണ്ണിൽ കുഴിച്ചിടുന്ന എല്ലാ വിത്തുകളും ജെർമിനേറ്റ് ചെയ്യാറില്ല. ജെർമിനേറ്റ് മീൻസ് മുളക്കാറില്ല അല്ലേ? വൈ ഡോണ്ട് ഓൾ ദ സീഡ് ജെർമിനേറ്റ്?
എന്തുകൊണ്ടാണ് എല്ലാ വിത്തുകളും മുളക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും? എന്തായിരിക്കാം അതിൻ്റെ? അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാ സീഡ്സും മുളക്കാത്തത്? അതിന് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കാം. ലെറ്റസ് ജെർമിനേറ്റ് സീഡ്. വാട്ട് ഫാക്ടേഴ്സ് ആർ റിക്വയർഡ് ഫോർ ജെർമിനേഷൻ ഓഫ് ദ സീഡ്? റൈറ്റ് ഡൗൺ യുവർ ഗസ്സസ്. അപ്പോൾ ഒരു വിത്ത് മുളയ്ക്കാൻ എന്തൊക്കെ ആവശ്യമാണ്? നമ്മളുടെ ഊഹങ്ങൾ, ഗസ്സസ് ഇവിടെ താഴെ എഴുതാനാണ്. ഒന്ന് വാട്ടർ, അല്ലേ? നമ്മൾക്കറിയാം, നമ്മൾ വിത്ത് മുളപ്പിച്ച് അല്ലെങ്കിൽ ഒരു ചെടിയൊക്കെ നട്ടാൽ നന്നായിട്ട് വെള്ളം ഒഴിക്കാറുണ്ട്, അല്ലേ? പിന്നെ എന്ത് വേണം? അല്ലേ? നല്ല വളക്കൂറുള്ള മണ്ണ് വേണം. ദെൻ എയർ വേണം, അല്ലേ? പിന്നെന്താണ്? ദ പ്രോപ്പർ സൺലൈറ്റ്. ഇതൊക്കെ അത്യാവശ്യമാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കാം. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇഫ് യുവർ ഗസ് ഈസ് കറക്റ്റ്? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് എങ്ങനെ നമുക്ക് നോക്കാം? ലെറ്റസ് ഡു എ നെസസറി എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. ടേക്ക് സം വെറ്റ് സോയിൽ ഇൻ എ ഗ്ലാസ് ആൻഡ് പുട്ട് സം പീ സീഡ്സ് ഇൻ ഇറ്റ്. Place it in area where will get sunlight. Water should also be given at required rate to maintain the moisture. Observe it every day. What all factors did the seed get? അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു ഗ്ലാസ്സിൽ അല്പം മണ്ണെടുക്കുക. ഓക്കെ, എന്നിട്ട് പയർ വിത്ത്, ഓക്കെ, പയറിൻ്റെ വിത്തുകൾ അതിലിടുക. എന്നിട്ട് നല്ല സൺലൈറ്റ് ലഭിക്കുന്ന സ്ഥലത്ത് അതിനെ വെക്കുക. പിന്നെ അതിന് ആ ഒരു നനവ് നിലനിർത്താൻ ആവശ്യമായ വെള്ളം നമ്മൾക്കത് കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, എല്ലാ ദിവസവും എന്നിട്ട് അതിനെ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സീഡിന് ലഭിച്ചത്? സോയിലുണ്ട്, വാട്ടർ, എയർ, സൺലൈറ്റ്, അല്ലേ? ഇതൊക്കെ കിട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അല്ലേ? ആർ ഓൾ ദീസ് ഫാക്ടർ നെസസറി ഫോർ ജെർമിനേഷൻ ഓഫ് ദ സീഡ്? ഹൗ ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്? ലെറ്റസ് ചെക്ക് വൺ ബൈ വൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു വിത്ത് മുളയ്ക്കാൻ ഈ ഘടകങ്ങളെല്ലാം ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഹൗ ടു ഫൈൻഡ് ഔട്ട്, നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യാം. സോയിൽ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ? ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ദാറ്റ് സോയിൽ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? കാൺട്ട് വി ഡു ഇറ്റ് ബൈ examining if the seed placed without soil will germinate? Put a wet cotton ball in a glass and place the seed on it. What factors do the seed gain? What factors do the seed lose? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഒരു കോട്ടൺ ഇല്ലേ, അതിൽ നമ്മൾ പയർ വിത്തിട്ടിട്ട് അല്പം നനവ് ഒക്കെ കൊടുത്തിട്ട് അതിന് പ്രോപ്പർ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാനാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അതിന് ആവശ്യത്തിന് വെള്ളം, നനവ് നിലനിർത്താൻ ആവശ്യമായ വെള്ളം കൊടുക്കണം, അല്ലേ? അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മളിത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം ആ ഒരു വിത്ത് മുളച്ചതായിട്ട് കാണാം. ഓക്കെ, ആ സീഡ് ജെർമിനേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും, അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ പയർ വിത്തൊക്കെ മുളപ്പിച്ച പയറൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ്, അല്ലേ? ധാരാളം വിറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, അങ്ങനെ, അല്ലേ? പയർ ഇതുപോലെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, വാട്ട് ഫാക്ടേഴ്സ് ഡു ദ സീഡ് ഗെയിൻ? ഇവിടെ സീഡിൽ എന്ത് ഫാക്ടേഴ്സാണ്? സീഡ് കോട്ടൺ ബോളാണ്, അല്ലേ? വെറ്റ് കോട്ടൺ ബോളാണ്. അപ്പോൾ അതിന് വെള്ളം കിട്ടിയിട്ടുണ്ട്, നനവ് കിട്ടിയിട്ടുണ്ട്, പിന്നെ എന്താണ്, പ്രോപ്പറായിട്ടുള്ള സൺലൈറ്റും കിട്ടിയിട്ടുണ്ട്, പിന്നെ വായു, നല്ല എയറും കിട്ടിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇതിവിടെ ഈ കോട്ടൺ ബോളിന് പകരം നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടൺ തുണി, ക്ലോത്ത് വെക്കാം. ഓക്കെ, അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലായാലും ഈ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, വാട്ട് ഫാക്ടേഴ്സ് ഡു ദ സീഡ് ലൂസ്? ഇവിടെ ഏത് ഫാക്ടേഴ്സാണ് സീഡിന് കിട്ടാതുള്ളത്? മണ്ണാണ്, അല്ലേ? സോയിൽ. അപ്പോൾ സോയിൽ, മണ്ണ് ഇല്ലാതെയും സീഡ് ജെർമിനേറ്റ് ചെയ്യാം. ജെർമിനേറ്റ് എന്ന് വെച്ചാൽ വിത്ത് ജസ്റ്റ് ഒന്ന് മുളക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് വിത്ത് മുളക്കാൻ വേണ്ടിയിട്ട് എന്താണ്, മണ്ണ് ആവശ്യമില്ല, അല്ലേ? മണ്ണ്, സോയിൽ മാത്രമാണ് ഇവിടെ ഇതിന് കിട്ടാതിരുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ ഫാക്ടേഴ്സ് ദറ്റ് സീഡ് ഗെറ്റ്സ്. ഫാക്ടേഴ്സ് ഏതൊക്കെ ഫാക്ടേഴ്സാണ് സീഡിന് കിട്ടിയത്? ദ ഫാക്ടേഴ്സ് ദറ്റ് സീഡ് ഗെറ്റ്: വാട്ടർ, എയർ, സൺലൈറ്റ്, അല്ലേ? ഇനി ദ ഫാക്ടേഴ്സ് ദാറ്റ് സീഡ് ഡസൻ ഗെറ്റ്. ഏത് ഫാക്ടേഴ്സാണ് സീഡിന് കിട്ടാതിരുന്നത്? സോയിൽ, അല്ലേ? സോയിൽ മാത്രമാണ് ഇവിടെ ഈ ഒരു വിത്തിന് കിട്ടാതിരുന്നത്, അല്ലേ? അപ്പോൾ സോയിൽ വിത്ത് ജെർമിനേറ്റ് ചെയ്യാൻ, ഒരു
സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ സോയിൽ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഈസ് ദ വാട്ടർ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? അപ്പോൾ വെള്ളം ആവശ്യമുണ്ടോ? അപ്പോൾ ഇപ്പോൾ നമുക്ക് സോയിൽ ആവശ്യമില്ല അല്ലേ, ബാക്കി എല്ലാ ഘടകങ്ങളും ആവശ്യമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ചോദിക്കുകയാണ്, ഇനി വാട്ടർ ആവശ്യമാണോ? ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇഫ് വാട്ടർ ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? ആവശ്യമുണ്ടെന്ന് എങ്ങനെ കണ്ടെത്തും? വിച്ച് ഫാക്ടർ ഷുഡ് ബി കെപ്റ്റ് ഔട്ട് ഓഫ് ദ എക്സ്പെരിമെൻറ്റിംഗ് ഐറ്റം പ്ലാൻ ദ എക്സ്പെരിമെൻറ്റ്? ഓക്കെ, അപ്പോൾ വിച്ച് ഫാക്ടർ ഷുഡ് ബി കെപ്റ്റ് ഔട്ട് ഓഫ് ദ എക്സ്പെരിമെൻ്റ് ഐറ്റം? അപ്പോൾ ഏത് ഫാക്ടറാണ് നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കേണ്ടത്? വാട്ടറാണ് അല്ലേ. വാട്ടർ നെസസറി ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്ലാൻ ദ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് പ്ലാൻ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരുന്നത് പോലെ തന്നെ ഫിഗറിൽ 4.3 കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ മണ്ണെടുക്കുക കേട്ടോ. മണ്ണിന് ഒട്ടും ഈർപ്പം പാടില്ല, നനവില്ലാത്ത മണ്ണായിരിക്കണം. ഓക്കെ, കാരണം വാട്ടർ ഷുഡ് അവോയ്ഡ് അല്ലേ. ഇപ്പോൾ വാട്ടർ ഇല്ലാതെ ഈ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഈർപ്പമില്ലാത്ത മണ്ണെടുക്കുക, എന്നിട്ട് അതിലേക്ക് പോലെ തന്നെ സീഡ് ഇട്ട് നോക്കാം. ഓക്കെ, പിന്നെ പ്രോപ്പറായിട്ടുള്ള സൺലൈറ്റും കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇത് നമുക്ക് നോക്കാം, ഇതിൽ സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലേ. ജെർമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ടർ വേണ്ട എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ജെർമിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് മനസ്സിലാക്കാം? വാട്ടർ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണെന്ന് മനസ്സിലാക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ സീഡ് ഒരിക്കലും ജെർമിനേറ്റ് ചെയ്യില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്, സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമാണ് വാട്ടർ. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഒബ്സർവേഷൻ എന്ന രീതിയിൽ നമുക്ക് എഴുതാം. എന്താണ്? പീ സീഡ്സ് ആർ നോട്ട് സ്പ്രൗട്ടഡ് അല്ലേ. സ്പ്രൗട്ടഡ് എന്ന് വെച്ചാൽ മുളക്കുക, അത് മുളച്ചിട്ടില്ല. സോ വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് ദ സൺലൈറ്റ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? ഇനി അപ്പോൾ നമ്മൾ നേരത്തെ സോയിൽ അവോയ്ഡ് ചെയ്ത് നോക്കി, വാട്ടർ അവോയ്ഡ് ചെയ്ത് നോക്കി അല്ലേ. അപ്പോൾ ഇനി സൺലൈറ്റ് അവോയ്ഡ് ചെയ്ത് നോക്കാനാണ് സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന്. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇഫ് ദ സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി ലെഫ്റ്റ് അവോയ്ഡഡ് ഹിയർ? അപ്പോൾ ഏതാണ് ഫാക്ടേഴ്സ്? സൺലൈറ്റ് മാത്രം അവോയ്ഡ് ചെയ്ത് നോക്കുക അല്ലേ, സീഡ് മുളക്കുന്നുണ്ടോ. വാട്ട് ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ടു ദ എക്സ്പെരിമെൻറ്റ് ടു മേക്ക് ദിസ് ഫാക്ടർ ലെഫ്റ്റ് ഔട്ട് അല്ലേ. അപ്പോൾ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിന് പകരം സ്റ്റീൽ ഗ്ലാസ്സാണ് എടുക്കാൻ പറയുക. കാരണം ട്രാൻസ്പെറൻറ്റ് ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് പ്രകാശം കടന്നു പോകും അല്ലേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കവറ് വെച്ചിട്ട് കവർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സോയിൽ എടുക്കാം, സോയിൽ നനവുള്ള സോയിൽ തന്നെ എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പയർ വിത്ത് വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം മൂടി നമുക്ക് നോക്കാം. കാരണം സൺലൈറ്റ് ഇല്ലാണ്ട് ഈ സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസത്തിന് ശേഷം നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും എന്താണ് നമ്മുടെ സീഡൊക്കെ ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ സൺലൈറ്റിൻ്റെ ആവശ്യമില്ല അല്ലേ. സൺലൈറ്റ് ഈസ് നോട്ട് നെസസറി ടു ജെർമിനേഷൻ ഓഫ് സീഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ ഒരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലെറ്റ് us do the experiment. അപ്പോൾ നേരത്തെ ചെയ്ത എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ചെയ്യാനാണ്. ക്ലാസ് 1. ഓക്കെ, ഇങ്ങനെ ആദ്യം ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ ഇതേപോലെ പയറിൻ്റെ വിത്തിടാനാണ്. ആദ്യം എല്ലാ ഫാക്ടേഴ്സും കൊടുക്കണം. ഗിവൺ ഓൾ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? മണ്ണ് വേണം, വാട്ടർ വേണം, സൺലൈറ്റ്, എയർ. ഈ 4 ഫാക്ടേഴ്സും കൊടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ പയറിൻ്റെ വിത്തിട്ട് നോക്കാം. ഓക്കെ, ഇനി ഗ്ലാസ് 2 എല്ലാ ഫാക്ടറും കൊടുക്കുക എക്സെപ്റ്റ് സോയിൽ അല്ലാത്ത ബാക്കി എല്ലാ ഫാക്ടറും കൊടുത്തിട്ട് നോക്കാം. ഓക്കെ, ചെറിയൊരു കോട്ടൺ ബോളോ കോട്ടൺ ക്ലോത്തോ നനവുള്ളതായിരിക്കണം കേട്ടോ. അതാണ് സോയിലില്ലാണ്ട് അങ്ങനെ വിത്തിട്ട് നോക്കാം. ഇനി ഗ്ലാസ് 3 ഗിവൻ ഓൾ ഫാക്ടർ എക്സെപ്റ്റ് വാട്ടർ. വാട്ടർ ഇല്ലാതെ മണ്ണെടുക്കുക കേട്ടോ, നനവില്ലാത്ത മണ്ണിൽ പിന്നെ വിത്ത് പാകി സൺലൈറ്റും എയറൊക്കെ കൊടുത്ത് നോക്കുക, അത് മുളക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ഗ്ലാസ് 4 ഗിവൺ ഓൾ ഫാക്ടർ എക്സെപ്റ്റ് സൺലൈറ്റ് ഇല്ലാതെ
ഒരു ഗ്ലാസ്സിൽ പയർ വിത്തിട്ട് എല്ലാ ഫാക്ടറും കൊടുക്കുക, സൺലൈറ്റ് ഒഴിവാക്കി നോക്കാം. എന്നിട്ട് അവിടെ ഡേ 1, 2, 3 എന്ത് ചേഞ്ചസ്, എന്ത് മാറ്റങ്ങളാണ് കാണുന്നത് എന്ന് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ, എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങളെ ചെക്ക് ചെയ്യാൻ, റൈറ്റ് ഈച്ച് ഡേ ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് ഡയറി. എന്നിട്ട് നിങ്ങളെ സയൻസ് ഡേയിൽ ഓരോ ഡേയിലും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിച്ച് ഓൾ ഫാക്ടേഴ്സ് വെയർ ഫൗണ്ട് ടു ബി നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്. അപ്പോൾ ഏത് ഫാക്ടേഴ്സാണ് സീഡ് ജെർമിനേഷന് ഏറ്റവും അത്യാവശ്യമായിട്ട് ഇവിടെ കണക്കാക്കിയിരിക്കുന്നത്? ഏതാണ്? വാട്ടർ അല്ലേ? വാട്ടറാണ്. ഓക്കെ, ഫോർ സീഡ് ടു ജെർമിനേറ്റ്. വാട്ടർ ഈസ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്. അപ്പോൾ നമുക്ക് മുകളിലുള്ള എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്താം. നമുക്ക് മനസ്സിലായി എന്താണ്? വാട്ടർ ഈസ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ് അല്ലേ. ബട്ട് ദ ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി. സോയിലും സൺലൈറ്റൊന്നും അത്ര അത്യാവശ്യമല്ല അല്ലേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാവും അല്ലേ, നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ നമ്മൾ പുറത്ത് സൺലൈറ്റിൻ്റെ ലാണ് കുഴിച്ചിടുന്നത് അല്ലേ, നിലത്തെ മണ്ണിലാണ് അല്ലേ. അപ്പോൾ അതെന്താണ്? അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ചെറിയൊരു വിത്ത് മുളക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബാക്കിയുള്ള ഘടകമൊന്നും അത്യാവശ്യമില്ല എന്ന് പറയുന്നത്. ഓക്കെ, beside water, air and suitable temperature are also necessary for the seed germination. ഡിഫറെൻറ്റ് സീഡ്സ് ഹാവ് ഡിഫറെൻറ്റ് ജെർമിനേഷൻ ടൈംസ് ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. അപ്പോൾ ഓരോ വിത്തുകൾ മുളയ്ക്കാനും ഓരോ സമയവും അതിന് ഓരോ ടെമ്പറേച്ചർ സ്യൂട്ടബിളായിട്ടുള്ള താപവും നിലയും വ്യത്യസ്തമാണ് കേട്ടോ. ഓരോന്നിനും വ്യത്യസ്തമായ ടൈം. എല്ലാ സീഡും ഒരേ സമയമാണോ മുളച്ചു വരിക? അല്ല, അതിനൊക്കെ അതിൻ്റേതായ സമയമുണ്ട്. ഓക്കെ, ലൈഫ് വിത്തിൻ ദ സീഡ്. അപ്പോൾ ലൈഫ് വിത്തിൻ ദ സീഡ്, ഒബ്സർവ് ദ ജെർമിനേഷൻ ഓഫ് ഗ്രീൻ ഗ്രാം സീഡ് ഇൻ ദ ഇല്ലുസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ ചെറുപയർ, ഓക്കെ, ചെറുപയറിൻ്റെ അത് മുളച്ചു വരുന്ന ഓരോ സ്റ്റേജസ് ആണ് താഴെ കൊടുക്കുന്ന പിക്ചറിലൂടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊന്ന് നിരീക്ഷിച്ച് നോക്കൂ. ഇതൊരു 5 ദിവസം കൊണ്ട് ഈ വിത്തിൽ വരുന്ന മാറ്റങ്ങളാണ് കേട്ടോ. ആദ്യം സീഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ഇപ്പോൾ ഒരു വിത്ത് പാകി ഒരു 1-2 ദിവസം കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് പുറത്ത് വരുന്ന റൂട്ട് അല്ലേ. ആ റൂട്ടിന് അതിങ്ങനെ താഴോട്ട് ഇറങ്ങി വരും അല്ലേ, ആ പിക്ചറിൽ കാണാം. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് റാഡിക്കിൾ. ഓക്കെ, റാഡിക്കിളാണ്. അപ്പോൾ വീണ്ടും ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ആ റാഡിക്കിൾ നിന്ന് റൂട്ട് അല്ലേ, ആ റൂട്ടിൽ നിന്ന് ബ്രാഞ്ചസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാം, മണ്ണിൽ ഇങ്ങനെ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഒരു വിത്തിൽ നിന്ന് ആദ്യമായിട്ട് മുളച്ചു വരുന്ന ഭാഗം എന്ന് പറയുന്നത് റാഡിക്കിൾ അല്ലെങ്കിൽ റൂട്ട് ആണ് അല്ലേ. പിന്നെ വീണ്ടും ഒരു ദിവസം കഴിഞ്ഞാൽ എന്താവും? മുകളിലത്തെ ഭാഗം മണ്ണിൽ നിന്ന് പുറത്തേക്ക് പോയി അല്ലേ. കൊട്ടിലിഡൻസ്, ആ സീഡ് എന്താണ്, അതിൻ്റെ ലീഫ് ആ കൊട്ടിലിഡനിലെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ആ ലീഫ് പുറത്തേക്ക് വരും അല്ലേ. ഈ കൊട്ടിലിഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ ലീഫൊക്കെ മുളക്കുന്നതിന് മുമ്പ്, ലീഫ് പുറത്ത് വരുന്നതിന് മുമ്പ് ഈ ചെടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസൊക്കെ കൊടുക്കുന്നത് ഈ കോട്ടിലിഡനാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും കഴിഞ്ഞാൽ ഈ കോട്ടിലിഡൻ്റെ മുകളിലൂടെ എന്താണ്? പ്ലൂമ്യൂൾ എന്ന് പറയുന്ന പോർഷൻ, അതാണ് ഒരു ചെടിക്ക് ആവശ്യമായ സ്റ്റെം അല്ലേ, സ്റ്റെമ്മായിട്ട് രൂപപ്പെട്ടു. അതാണ് പ്ലൂമ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്റ്റേജസ് ഓഫ് ജെർമിനേഷൻ ഓഫ് എ സീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റില്ലേ, ഒരു വിത്തിന് ഏതൊക്കെ ഫാക്ടേഴ്സ് ആവശ്യമുണ്ട് ഏതൊക്കെ ആവശ്യമില്ല എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ തന്നെ ഒരു വിത്ത് പാകിയിട്ട് അതിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ ദിവസവും കഴിയുമ്പോൾ വരുന്നത് എന്നാണ് നിങ്ങൾ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് കേട്ടോ. ദ ചേഞ്ചസ് ഇൻ ദ സീഡ് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ സൈസ് ഓഫ് ദ സീഡിന് ഫസ്റ്റ് ഡേ മാറ്റമൊന്നും വരില്ല അല്ലേ, നമ്മൾ വിത്ത് പാകി. അപ്പോൾ സെക്കൻഡ് ഡേ എന്താവും? അത് ദ സീഡ് ബിക്കം സോക്ക്ഡ് ആൻഡ് ഗ്രോ ബിഗ്ഗർ. അതൊരു കുതിർന്നിട്ട് കുറച്ചുകൂടെ ബിഗ്ഗറായിട്ട് നമുക്ക് കാണാം. പിന്നെ തേർഡ് ഡേ എന്ത് സംഭവിച്ചു? അങ്ങനെ ഓരോ ദിവസവും മാറ്റങ്ങൾ നിങ്ങൾ എഴുതാനാണ് കേട്ടോ. ഇനി നെക്സ്റ്റ്, ഔട്ടർ കവറിങ് ഓഫ് ദ സീഡ്, ആ വിത്തിൻ്റെ പുറം തോടിന് എന്ത് സംഭവിച്ചു അത് എഴുതാനാണ് പറയുന്നത്. പിന്നെ തേർഡ് വൺ, ദ പാർട്ട് വിച്ച് ഇസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് ഡൗൺവേർഡ് ഫ്രം ദ സീഡ്, റാഡിക്കിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, റാഡിക്കിൾ. ആ പാർട്ടും എഴുതാനാണ്. പിന്നെ ദ പാർട്ട് വിച്ച് ഇസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ്, എന്തൊക്കെ മാറ്റങ്ങൾ മുകളിലേക്ക് വരുന്ന ഭാഗത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന്. പിന്നെ പ്രൈമറി ലീഫ് വിത്തിൻ ദ സീഡ്,
ലീഫ് പ്രൈമറി പുതിയ ലീഫ് വരുന്നതിനെ കുറിച്ചുള്ള മാറ്റങ്ങൾ എന്തൊക്കെയെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ആ പ്രൈമറി ലീഫ് വിത്തിൻ ദ സീഡ് അതിനെന്ത് സംഭവിച്ചു? അത് ആ പ്രൈമറി ലീഫ് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ കോട്ടിലിഡൻസ് എന്ത് ചെയ്യും? അത് ചുരുങ്ങി ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. വീണ്ടും ഇതിൻ്റെ ബാക്കിയായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നത് നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.